നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക കേന്ദ്രമെന്ന സ്ഥാനം ലണ്ടൻ നിലനിർത്തി. തുടർച്ചയായ 6ാം വർഷവും 1ാം സ്ഥാനം ലണ്ടൻ നിലനിർത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷൻ തയ്യാറാക്കിയ വാർഷിക ആഗോള സാമ്പത്തിക കേന്ദ്ര സർവേയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുവായി ലഭ്യമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള സർവേയിൽ ന്യൂയോർക്ക് 2ാം സ്ഥാനത്തും സിംഗപ്പൂർ 3ാം സ്ഥാനത്തുമെത്തി. നിയന്ത്രണ സംവിധാനങ്ങൾ, തൊഴിൽ കഴിവുകൾ, പ്രതിഭകൾ, ബിസിനസ് അടിസ്ഥാന സൌകര്യങ്ങൾ, വിപണി ആക്സസ് തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് സർവേ നടത്തിയത്. എല്ലാ മേഖലകളിലും സ്ഥിരതയാർന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതാണ് ലണ്ടനെ വീണ്ടും 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ലണ്ടനിലെ ഇന്റർനെറ്റ് വേഗത മറ്റ് പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണെന്നും ഇത് ഭാവിയിൽ ഡിജിറ്റൽ ഫിനാൻസ്, AI തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്ക് വെല്ലുവിളിയാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലിന്റെ പ്രസാധകർക്കെതിരായ നിയമ പോരാട്ടത്തിനിടെ കോടതിയിൽ വികാരാധീനനായി ഹാരി രാജകുമാരൻ. ഭാര്യ മേഗൻ മാർക്കിളിന്റെ ജീവിതം മാധ്യമങ്ങൾ ദുസ്സഹമാക്കി എന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു. ലണ്ടൻ ഹൈക്കോടതിയിൽ സാക്ഷിമൊഴി നൽകുന്നതിനിടെ പലപ്പോഴും ഹാരി രാജകുമാരന്റെ ശബ്ദം ഇടറുകയും അദ്ദേഹം കണ്ണീരടക്കുവാൻ പാടുപെടുകയും ചെയ്തു. പതിറ്റാണ്ടുകളോളം മാധ്യമങ്ങൾ തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുവാൻ ഡെയിലി മെയിൽ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ചുവെന്നും ഫോൺ ചോർത്തുന്നതും സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കുന്നതും ഇവരുടെ പതിവ് ശൈലിയാണെന്നും ഹാരി കോടതിയിൽ വ്യക്തമാക്കി. മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ കാരണം മേഗൻ മാനസികമായി തകർന്നുപോയെന്നും ഹാരി പറഞ്ഞു. തന്റെ അമ്മ ഡയാന രാജകുമാരിക്ക് നേരിടേണ്ടി വന്ന അതേ സാഹചര്യം ഭാര്യയ്ക്കും ഉണ്ടാകരുതെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ മാധ്യമങ്ങൾ തങ്ങളെ ഒന്നിനും അനുവദിക്കുന്നില്ലെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ തങ്ങളെ മോശക്കാരാക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമന്ത്രി KS ശർമ്മ അടുത്ത ആഴ്ച ചൈന സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ. ലണ്ടനിൽ പുതിയ ചൈനീസ് എംബസി നിർമ്മിക്കുവാൻ സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് സ്റ്റാമറുടെ സന്ദർശനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് BP, HSBC, ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ ഗ്രൂപ്പ്, ജാഗർ ലാൻഡ് റോവർ, റോൾസ് റോയ്സ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളുടെ പ്രതിനിധികൾ അടങ്ങിയ സംഘവും സ്റ്റാമറെ അനുഗമിക്കും. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഡൌണിംഗ് സ്ട്രീറ്റ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അതേസമയം ചൈനയുമായുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുവാനുള്ള ബ്രിട്ടന്റെ നീക്കങ്ങൾ ഇതിനോടകം തന്നെ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. സ്കോട്ട്ലാൻഡിന്റെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയും പ്രളയസാധ്യത മുന്നറിയിപ്പും നൽകി മെറ്റ് ഓഫീസ്. മെറ്റ് ഓഫീസ് പ്രവചനമനുസരിച്ച് ആംഗസ്, പാറ്റ് ആൻഡ് കിൻറോസ്, അബർഡീൻഷെയർ എന്നീ പ്രദേശങ്ങളിൽ ഇന്ന് 80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാനിടയുണ്ട് എന്നാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ മഴയുടെ അളവ് 120 മില്ലിമീറ്റർ വരെ എത്തുവാനും സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് കനത്ത മഴയ്ക്കുള്ള ആംബർ അലർട്ട് ഇന്നലെ അർദ്ധരാത്രി മുതൽ വൈകിട്ട് 6 മണിവരെ പ്രാബല്യത്തിൽ തുടരും. കൂടാതെ ഹൈലാൻഡ്സ്, മോറെ, അബർഡീൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ തുടരും. കനത്ത മഴയെ തുടർന്ന് യാത്രാ തടസ്സങ്ങൾക്ക് ഉയർന്ന സാധ്യതയുണ്ടെന്ന് സ്കോട്ട്ലാൻഡ് പോലീസ് അറിയിച്ചു. യാത്രയിൽ അധിക ജാഗ്രത വേണമെന്നും ഡ്രൈവർമാർ മുന്നറിയിപ്പുകൾ ഗൌരവമായി സ്വീകരിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനാൽ അനാവശ്യ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും വാഹനം ഓടിക്കുമ്പോൾ അധിക ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ക്ലബ്ബായി ലിവർപൂൾ മാറിയതായി സാമ്പത്തിക സേവന സ്ഥാപനമായ ഡിലോയിറ്റ് പുറത്തിറക്കിയ ഫുട്ബോൾ മണി ലീഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ ലിവർപൂൾ 836 ദശലക്ഷം യൂറോ വരുമാനമാണ് നേടിയത്. ഇതോടെ മറ്റെല്ലാ ഇംഗ്ലീഷ് ക്ലബ്ബുകളെയും പിന്നിലാക്കി ലിവർപൂൾ വീണ്ടും മുന്നിലെത്തി. ഇത് ഡിലോയിറ്റ് ഫുട്ബോൾ മണി ലീഗിന്റെ 29ാമത് പതിപ്പാണ്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ പട്ടികയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന സ്ഥാനത്തേക്കും വീണു. ആഗോളതലത്തിൽ റയൽ മാഡ്രിഡാണ് വീണ്ടും 1ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗോ ലാ ലീഗ കിരീടമോ നേടാതിരുന്നിട്ടും 1.2 ബില്യൺ വരുമാനമാണ് സ്പാനിഷ് ക്ലബ്ബ് നേടിയിട്ടുള്ളത്. ബാഴ്സലോണ 975 ദശലക്ഷം യൂറോ വരുമാനത്തോടെ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. സ്റ്റേഡിയങ്ങൾ മാച്ച് ദിവസങ്ങൾക്കപ്പുറം കൂടുതൽ ഉപയോഗിക്കുന്നതും സ്പോൺസർഷിപ്പും റീറ്റെയിൽ വിൽപ്പനയും ഉയർന്നതുമാണ് കൊമേഴ്ഷ്യൽ വരുമാനം വർദ്ധിക്കുവാനായിട്ട് കാരണം. മേച്ചിലെ വരുമാനം 16% ഉയർന്ന് ഏറ്റവും വേഗത്തിൽ വളർന്ന വരുമാന മാർഗവുമായി. യുഎസിൽ നടന്ന വിപുലീകരിച്ച ഫിഫ
ക്ലബ് ലോകകപ്പ് മത്സരങ്ങളും ബ്രോഡ്കാസ്റ്റ് വരുമാനം 10% ഉയരുവാൻ സഹായിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിനെതിരായ ഒന്നാം ട്വന്റി-20യിൽ ഇന്ത്യക്ക് വിജയം. 48 റൺസിന്റെ മിന്നും വിജയമാണ് ഇന്ത്യ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റിന് 238 റൺസ് എടുത്തപ്പോൾ ന്യൂസിലാൻഡിന്റെ മറുപടി ബാറ്റിംഗ് 7 വിക്കറ്റിന് 190 റൺസിൽ അവസാനിച്ചു. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയും ലാസ്റ്റ് ഓവറിൽ റിങ്കു സിംഗിന്റെ ബാറ്റിംഗുമാണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഗ്ലെൻ ഫിലിപ്സ് പൊരുതി നോക്കിയെങ്കിലും കിവികൾക്ക് വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. യുഗ്മ ജനറൽ കൌൺസിൽ വാർഷിക പൊതുയോഗം ഫെബ്രുവരി 21-ന് വാൽസാലിലെ റോയൽ ഹോട്ടലിൽ ചേരും. യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.വി. സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷിജോ വർഗീസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും. തുടർന്ന് പോയ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോ റീജിയന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചും ബന്ധപ്പെട്ടവർ വിശദീകരിക്കും. പിന്നീട് ചോദ്യോത്തര വേളയും അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയങ്ങളിലുള്ള ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30-നാണ് യോഗം ആരംഭിക്കുക. എല്ലാ യുഗ്മ പ്രതിനിധികളും വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്ത് യുഗ്മയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുവാനുള്ള ദേശീയ സമിതിയുടെ പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും നൽകണമെന്ന് യുഗ്മ ദേശീയ സമിതി അഭ്യർത്ഥിച്ചു. 2025 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച യുഗ്മ ജനറൽ കൌൺസിൽ പ്രതിനിധികളുടെ ലിസ്റ്റിൽ പേരുള്ളവർക്കാണ് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളത്. യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ആവശ്യമെങ്കിൽ തിരിച്ചറിയൽ രേഖ ഹാജരാക്കേണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി എംഎൽഎയും നിലവിലെ സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ പുറത്ത്. ഇരുവരും ജനപ്രതിനിധികളായിരിക്കെയാണ് സന്ദർശനം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഇരുവരും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പോറ്റിയുടെ കുടുംബത്തിനൊപ്പം ഇരുവരും ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ട്. എന്നാൽ ചിത്രത്തെ മുൻനിർത്തി വിവരം രാജു എബ്രഹാനോട് ചോദിച്ചപ്പോൾ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നായിരുന്നു മറുപടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.